നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു AC ഫിറ്റ്നസ് സെന്റർ. ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ്. നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി. ആലത്തൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ്. LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണന്റെ വിജയത്തിനായി PKS ചേലക്കര മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു. PKS സംസ്ഥാന പ്രസിഡന്റ് വണ്ടിത്തടം മധു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മണിക്കൂറിൽ 3 സ്ത്രീകൾ പട്ടികജാതിക്കാർ ബലാത്സംഗത്തിന് ഇരയാകുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. ഒരു മണിക്കൂറിൽ 3 സ്ത്രീകൾ രാജ്യത്ത് ബലാത്സംഗത്തിന് ഇരയാകുന്നു. അപ്പോൾ അതിക്രമങ്ങൾ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്ത് സംഘപരിവാറുകാർക്ക് പട്ടികജാതിക്കാരെ മനുഷ്യരായി പോലും കാണാൻ കഴിയുന്നില്ല. ഒരു ഗംഗാനദിയിൽ ഇറങ്ങി ഒന്ന് കുളിച്ച സമയത്ത് ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങൾ, എന്തിന് ഉത്തരേന്ത്യൻ സർവകലാശാലയിൽ രോഹിത് വെമുവിനെ പോലുള്ള ആളുകൾക്ക് കാൾസാഗറെ പോലെ പഠിച്ച് സയന്റിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് അവസാനം ആത്മഹത്യയിൽ ചെന്ന് നിൽക്കാനുള്ള സാഹചര്യമാണ് നമ്മുടെ രാജ്യത്ത് സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ നോക്കൂ, പട്ടികജാതിക്കാരെ രാജ്യത്തെ അവരുടെ നേരെ നടക്കുന്ന റിസർവേഷനുകൾ അട്ടിമറിക്കപ്പെടുകയും അവർക്ക് തൊഴിലവസരങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുമ്പോഴും അവരെ ഇപ്പോഴും 21-ാം നൂറ്റാണ്ടിലും അവരെ ജാതിയുടെ പേരിൽ വിവേചനം നടത്തി നിൽക്കുമ്പോഴും അവരുടെ മേൽ ആ തലപ്പത്ത് പട്ടികജാതിയുടെ നേതൃത്വ നിരയിൽ ഇന്ത്യയുടെ പരമോന്നത സ്ഥാനത്തൊരു ഇന്ത്യൻ പ്രസിഡന്റിനെ അവരോധിക്കും. ആ ഇന്ത്യൻ പ്രസിഡന്റിനെ അവതരിപ്പിച്ചുകൊണ്ട് ഏറ്റവും അവസാനം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രസിഡന്റായി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ദ്രൗപദി മുർമു, ആ ദ്രൗപദി മുർമുവിനെ ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ ഏറ്റവും ഉന്നതത്തിൽ കൊണ്ടുചെന്നിരുത്തിയിട്ട് രാജ്യത്തെ പട്ടികജാതിക്കാരുടെ മേലെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് ഒരു റിപ്പോർട്ട് ചോദിക്കാനോ ഈ മഹതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, അവരെ പോലും റബ്ബർ സ്റ്റാമ്പാക്കുകയാണ്. ഇന്ത്യയുടെ പ്രസിഡന്റ് ഇന്ത്യയിലെ 1ാമത്തെ പ്രഥമ വനിതയാണ്. ആ പ്രഥമ വനിതയെ മാറ്റി നിർത്തി ഏത് കാര്യത്തിലാണ്? ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇന്ത്യൻ്റെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്ത വേദിയിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ ക്ഷണിച്ചില്ല. പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ ആരാണ്? പരമോന്നത ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റാണ് പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യേണ്ടത്. പകരം ആരെയാണ് കൊണ്ടുവന്നത്? നമ്മൾ കേരളത്തിൽ ഇവിടെ പുതിയ നിയമസഭാ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് അന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് KR നാരായണനെ ക്ഷണിച്ചുകൊണ്ടാണ്. എന്നാൽ ഇന്ത്യയുടെ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പട്ടികവർഗക്കാരിയായിട്ടുള്ള ഗോത്രവർഗക്കാരിയായിട്ടുള്ള ദ്രൗപദി മുർമുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും 10 പേരുള്ള ബ്രാഹ്മണ സന്യാസിമാർ പൂണൂല് മാത്രം ധരിച്ചുകൊണ്ട് അർദ്ധനഗ്നരായിട്ടുള്ള സന്യാസിമാരെ കൊണ്ടുവന്നാണ് പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത്. എങ്ങനെയുണ്ട്? പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ട സന്യാസിമാര്, രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ നരേന്ദ്രമോദി. എന്തൊരു വിരോധാഭാസമാണ്! അപ്പൊ എന്തേ നിങ്ങൾ പ്രസിഡന്റിനെ മാറ്റി നിർത്തിയത്? നിങ്ങൾ പട്ടികവർഗക്കാരിയെ ഇന്ത്യൻ പ്രസിഡന്റായി നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അവരെ ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നവർക്ക് ആ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ യോഗ്യതയില്ലേ? രാജ്യം മുഴുവൻ, ലോകം മുഴുവൻ നമ്മൾ കണ്ടതാണ്. തമിഴ്നാട്ടിൽ നിന്നും വന്ന സന്യാസിമാരുടെ മുമ്പിൽ ശ്രീ നരേന്ദ്രമോദി അവരുടെ കാൽക്കൽ സാഷ്ടാംഗം നടത്തുന്നത് മാത്രമല്ല, ആ അധികാരത്തിന്റെ ദണ്ഡ്, രാജഭരണകാലത്തിന്റെ അധികാരത്തിന്റെ ചെങ്കോല് വാങ്ങി പാർലമെന്റ് മന്ദിരത്തിൽ സ്ഥാപിച്ചതോ നരേന്ദ്രമോദി. എന്തേ ഇന്ത്യൻ പ്രസിഡന്റ് നിങ്ങൾ വിളിക്കാത്തത്? PKS ചേലക്കര നിയോജക മണ്ഡലം സെക്രട്ടറി C ഗോപദാസ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. PKS വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി MR രതിമോഹൻ, PKS തൃശൂർ ജില്ലാ സെക്രട്ടറി KV രാജേഷ്, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV നഫീസ, PKS സംസ്ഥാന കമ്മിറ്റി അംഗം UR പ്രദീപ്, LDF മണ്ഡലം സെക്രട്ടറി KK മുരളീധരൻ, CPIM ചേലക്കര ഏരിയ സെക്രട്ടറി K നന്ദകുമാർ, KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് KM അഷ്റഫ്, PKS ചേലക്കര ഏരിയ ട്രഷറർ MK അജയൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ് ചേലക്കര.